ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് നജു. ഇന്ന് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഹോം മെയ്ഡ് ഇൻസ്റ്റൻറ്റ് ജിലേബിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ജിലേബി നമ്മൾ ബാക്കിയായിട്ടുള്ള ദോശമാവ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ജിലേബി ഉണ്ടാക്കാനായിട്ട് ഇനോയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ദോശമാവാണ് ബാക്കിയുണ്ടായിരുന്നത്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്, മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഇനി മാവിൽ കട്ടി കുറവാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കട്ടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരു അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ മാവ് കിട്ടണം. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടണം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് ഫുഡ് കളറാണ്. ഒരു 2 ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി യെല്ലോ ഫുഡ് കളർ ആണെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ മാവ് ഇത്ര തിക്നെസ്സിൽ ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക, അതിൽ മാവ് ഫില്ലാക്കി കൊടുക്കുക. ബാറ്റർ ഫില്ലാക്കി കൊടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് ലോയിലിടുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ചുറ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് നോക്കിയെടുക്കണം. എന്നാലേ പെർഫെക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കട്ടി കുറവായിരിക്കും. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ മൈദപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് തിക്നെസ് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡിലേക്കും കൂടെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് ചുറ്റിച്ച് കഴിഞ്ഞ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇവിടെ ജിലേബി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ചുറ്റിച്ചെടുക്കുക. ഈ ഒരു ജിലേബി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറഞ്ഞ സമയം മാത്രം മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇത് നല്ല ടേസ്റ്റിയുമാണ്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് ജിലേബി പൊരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ജിലേബിയും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ കുറച്ച് ജിലേബിയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പഞ്ചസാര കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് അല്പം ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം ഇതിലേക്ക് ജിലേബി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഷുഗർ സിറപ്പിന് കുറച്ച് ചൂട് വേണം, തണുത്ത് പോവരുത്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ജിലേബിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ കയറി ജിലേബി നല്ല സ്വീറ്റായി കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു 5-10 മിനിറ്റൊക്കെ ഈ ഒരു ഷുഗർ സിറപ്പിൽ ഈ ജിലേബിയൊക്കെ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, മുഴുവനായിട്ടും ഉണ്ടാക്കി എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഈ ഷുഗർ സിറപ്പിൽ നിന്നും ഒന്ന് കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റിയും അതുപോലെ ക്രഞ്ചിയും ആയിട്ടുള്ള ജിലേബി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. കാരണം നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.